എനിക്കിന്നറിയാവുന്ന രോഗികളിൽ ഒരു 20 പേര് അല്ലെങ്കിൽ ഒരു 15-20 പേരോളം ബോർഡർ ലൈൻ ഓവറിയൻ ക്യാൻസർ, അതായത് ക്യാൻസറിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സ്റ്റേജിലുള്ള ബോർഡർ ലൈൻ ഓവറിയൻ ക്യാൻസറാണ്. ഒരു ഭാഗത്തെ അണ്ഡാശയം നീക്കം ചെയ്ത് വളരെ നേരത്തെയുള്ള ഏജിലാണ് ഈ ഒരു ഓവറിയൻ ക്യാൻസർ, ബോർഡർ ലൈൻ ഓവറിയൻ ക്യാൻസർ വരുന്നത്. അപ്പം അത്രയും ഏജിലുള്ള കുട്ടികൾ, ഞാൻ കുട്ടികൾ എന്നാണ് അവർ വിളിക്കുക, ഒരു 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കുട്ടികളിൽ അവർ ഫോളോ അപ്പിലുണ്ട്. അതിൽ പകുതിയോളം പേരും കല്യാണം കഴിച്ച മിക്കവാറും ആൾക്കാർക്കും കുട്ടികളുമായി വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ അവർക്കൊരു കല്യാണാലോചന വരുമ്പോൾ പലപ്പോഴും അവർ നേരിട്ട് വന്ന് പറയും. ഞാൻ എപ്പോഴും അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യം, ഇത് മറച്ചു വെക്കരുത്. കാരണം നിങ്ങൾക്കൊരു ട്യൂമർ ഉണ്ടായിരുന്നു, അത് ക്യാൻസർ അല്ലായിരുന്നു, അല്ലെങ്കിൽ ബോർഡർ ലൈൻ ക്യാൻസർ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി പറയുകയും അത് ആക്സെപ്റ്റ് ചെയ്യാൻ, അത് സ്വീകരിക്കാനുള്ള മനസ്സുള്ള ഒരാൾ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ ഒരു നല്ല പാർട്ണർ ആവുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. അതുപോലെ അവർ പലപ്പോഴും ഈ കല്യാണാലോചന വരുമ്പോൾ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഈ പാർട്ട്ണറെയും കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ പാർട്ട്ണർ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗുരുതരമായ അവസ്ഥ മനസ്സിലാവുന്നത്. ഒന്ന് അറിവില്ലായ്മ, അജ്ഞത തന്നെയാണ് പ്രധാന കാരണം. പക്ഷെ പലപ്പോഴും അജ്ഞതയെക്കാളും കൂടുതൽ ഈ വളരെ വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ ആൾക്കാർ പോലും ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും തീരുമാനം എടുക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് എന്തിനാ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ തിരിച്ചു പോകുന്നത്. പലപ്പോഴും അത് സമൂഹത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളായിരിക്കാം. റിസ്ക് എടുക്കാൻ പലപ്പോഴും അവർ മടിക്കും. അത് അവരുടെ ചോയ്സാണ്, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ അല്ലെങ്കിൽ രോഗികൾ ഇത് മറച്ചു വെക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അത് മറച്ചു വെക്കുന്നത് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, പക്ഷേ മറച്ചു വെക്കുന്നത് അവർക്ക് തന്നെ പിന്നീട് ഭവിഷ്യത്തുകളുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും തുറന്ന് പറയുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു സജഷൻ.